നമസ്കാരം. യമനിലെ ജയിലിൽ തടവുകാരിയായി അല്ലെങ്കിൽ അവിടെ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം, അതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് പലതരത്തിലുള്ള ആ, പ്രയത്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നും കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ ഒരു പ്രയത്നവും ഇതിൽ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. സത്യത്തിൽ ആ, കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവില്ല എന്നാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത എക്സ് മുസ്ലിമായ ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്താണ്. നമസ്കാരം ശ്രീ ആരിഫ് ഹുസൈൻ. നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം കാന്തപുരത്തിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഓൾ ഇന്ത്യ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് എന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയിലാണ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയിലാണ് ഈ ഇടപെടൽ നടത്തുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ അദ്ദേഹം വഹിക്കുന്ന ഈ പദവി ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര ഇടപെടൽ നടത്താൻ സാധിക്കുന്ന ഒന്നാണോ? യെസ്. ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മളുടെ നിമിഷയുടെ കാര്യത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു വ്യക്തിക്ക് ആ വധശിക്ഷ കുറച്ചു കൊടുക്കുക, മറ്റ് അതിന് താഴെയുള്ള ശിക്ഷ ലഭിക്കേണ്ട ആ കുറ്റകൃത്യം ചെയ്തതിൽ ആ ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല. അതിനുവേണ്ടി അതൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആരതിനകത്ത് ഇടപെട്ടാലും നമുക്ക് അതിനോട് അനുകൂലമായ നിലപാട് തന്നെയാണ്. അതിൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് അതിനകത്ത് പറയാനില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ നിലനിൽക്കുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ രാജ്യ താല്പര്യം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു നിയമവ്യവസ്ഥയിൽ ഒരു നിയമവാഴ്ചയുണ്ട്. ആ വാഴ്ചയാണ് നമ്മൾ ഉയർത്തി വെക്കാനും നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു കൂട്ടമായിട്ട് ഒരു കൺസേർട്ടഡ് ആയിട്ട് ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന വർഷങ്ങളായിട്ട് നീണ്ടു നിന്ന ഒരു ശ്രമത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു വലിയ ഒരു ഗെയിം കളിച്ച് അതിന്റെ അവസാനത്തിൽ റൺ എടുത്ത ഒരാൾ മാത്രമാണ് ഇതിനകത്ത് കളിച്ചത്, അയാൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ കാണാമായിരുന്നു എന്ന രീതിയിലേക്ക് ഇതിനകത്ത് ഒരു ഓവർ ഗ്ലോറിഫിക്കേഷൻ കൊണ്ടുപോകുന്നു. അതും അവസാനത്തെ റണ്ണ് എടുക്കാൻ ഇനിയും ബാക്കി നിൽക്കെ കളി ജയിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് ആഘോഷം തുടങ്ങുന്ന ഒരു അവസ്ഥ. കാരണം ഇതിനകത്ത് ഇപ്പോഴും വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. 16-ാം തീയതി നടക്കേണ്ടത് ഒന്ന് മാറ്റിവെച്ചു എന്നത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ആള് വധശിക്ഷയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ അവിടെ കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഇവിടെ ആഘോഷിക്കാൻ എന്താണുള്ളതെന്നാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാവാത്തത്. അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു കാര്യത്തിൽ ഒരാൾ മാത്രം അതിനകത്ത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരിക എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ അവിടെ അങ്ങനെ ഒരാൾ അത് തുടക്കമിടുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇതിനകത്ത് നമ്മുടെയൊക്കെ ശകാരിക്കുന്നതാണ് കാണുന്നത്. അതായത് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ ഇത് പറയാൻ പാടില്ല, ഇപ്പൊ നമ്മളിങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെയാണ് ഇവിടെ ശകാരിക്കുന്നത് കാണുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ആരാണിത് തുടങ്ങി വെച്ചത്? നമ്മളൊന്നും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇത് തുടങ്ങി വെച്ചത് സ്വന്തം ലെറ്റർ പാഡ് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അതിനകത്ത് ഗ്രാൻഡ് മുഫ്തി എന്ന് പേരും വെച്ച് അതിനകത്ത് ഇതേപോലെ ഒരു സാധനം അടിച്ചിറക്കിയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് 15-ാം തീയതി പുറത്ത് വിട്ടിട്ട് ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഇതെല്ലാം ശരിയായത് എന്ന രീതിയിലേക്ക് ഇത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ്? ആ പേര് വെച്ചത് ആരാണ്? അതിൽ നിന്ന് അങ്ങോട്ടല്ലേ ഈ പറയുന്ന ചർച്ച വന്നത്? അപ്പോൾ അതിനുശേഷമല്ലേ ഇതില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നുള്ള നിലയ്ക്ക് വരുന്നത്? അവിടെയല്ലേ ഈ കാന്തപുരം എന്ന വ്യക്തി ഒരു ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്? അപ്പോൾ ബാക്കിയുള്ള ആളുകൾ, ഇതിനകത്ത് പണിയെടുത്ത ആളുകളൊക്കെ പിന്നെ വെറുതെ അവിടെ മാങ്ങ പറിക്കാൻ പോയതാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന അവിടെയാണ്. രാജ്യം അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് അത് വെറുതെയാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന അവിടെയാണ്. അപ്പോൾ അതൊരു തെറ്റായ പ്രവണതയാണ്, തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് നമ്മൾ ഒന്നാമതായിട്ട് പറയാം. അപക്വമായിട്ടുള്ള രീതിയിലുള്ള വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു രീതിയാണ് കാന്തപുരം അവിടെ ചെയ്തത്. അത് തന്നെയാണ് ഇതിലെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ തുറന്ന് സമ്മതിക്കണം. കാന്തപുരം ചെയ്തതിനെ നമ്മൾ കുറച്ച് കാണുകയല്ല ചെയ്യുന്നത്. ഇടപെടുന്നതിനൊന്നും നമുക്കൊരു തരക്കേടുമില്ല, അത് വേണ്ട കാര്യമാണെന്ന് നമ്മൾ സമ്മതിക്കുമ്പോഴും അതിനുശേഷം ഇദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള, വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ് ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല അത് ദോഷമായിട്ട് മാറുകയും കൂടി ചെയ്യുന്നു എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ആ കുടുംബത്തിലേക്ക് ഇത് എത്തുകയാണ്. കാരണം ഇത് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് മീഡിയകളിലുള്ള ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. ഇത് നിമിഷ ഒരു നിരപരാധിയും മറ്റ് ആ കൊല ചെയ്യപ്പെട്ട ആളായിരുന്നു യഥാർത്ഥത്തിൽ ഒരു വലിയ ഒരു കൊടിയ ക്രൂര ഒരു പ്രശ്നക്കാരൻ എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അവിടെ പ്രശ്നം തന്നെയാണ്. അത് ആ കുടുംബത്തെ കൂടുതൽ ഇതിനകത്ത് ഹോസ്റ്റൈലാക്കാനും ഈ വിഷയത്തിൽ ഒരു സമവായം കണ്ടെത്താനുള്ള ശ്രമം അത് പരാജയപ്പെടാനുള്ള ഒരു വഴിയിലേക്കാണ് അത് കൊണ്ടെത്തിക്കുക. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെല്ലാം തുടക്കം വെച്ചത് ആരാണ്? ഈ പറയുന്ന ലെറ്റർ പാഡ് വാടകയ്ക്ക് കൊടുത്ത ആളല്ലേ. എന്നിട്ട് ഇപ്പൊ നമ്മളെ വന്ന് ഉപദേശിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇത് സത്യത്തിൽ ഇത് അവർക്ക് തന്നെയുള്ള ഉപദേശമാണ്. അവരാണ് സ്വയം ഇത് കണ്ണാടി നോക്കിയിട്ട് പറയേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉള്ളത്. ഇതാണ് അവർ ചെയ്യേണ്ടത്. പിന്നെ ഒരു വധശിക്ഷ എന്ന് പറയുന്ന സംഗതി നമ്മളും ഇന്ത്യയിൽ കൊടുക്കുന്ന സാധനമാണ്. പക്ഷെ
നമ്മളിവിടെ അതിന് ഒരു കുറവ് ലഭിക്കാനുള്ള അവസരം നമ്മളിവിടെ കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ദയാഹർജി കൊടുത്തോ അല്ലെങ്കിൽ അത് റിവിഷനൊക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ അതിനകത്ത് വധശിക്ഷ കുറച്ച് കിട്ടാനുള്ള വഴികൾ ഇവിടെ നമ്മൾ തേടാറുണ്ട്. അതിവിടെ നടക്കാറുണ്ട്. അതൊന്നും തന്നെ വ്യക്തികളുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയല്ല. പക്ഷേ ഈ യമനിലെ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് വ്യക്തികളാണ്. അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. വ്യക്തി തീരുമാനിക്കണം. പുറത്തു കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഒന്ന് മാപ്പ് കൊടുത്തേക്കാം എന്നുള്ള രീതിയിലേക്ക്, അതും കാശ് കൊടുത്തുകൊണ്ടും വാങ്ങുന്ന ഒരു മാപ്പ്. ഇതിനൊക്കെ എന്താണ് പ്രസക്തി, എന്താണ് അതിന്റെ വാല്യൂ എന്നുള്ളത് വേറെ വിഷയം. വളരെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു ആധുനിക സമൂഹത്തിനൊന്നും ഒട്ടും ചേരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് പറയുന്നതൊക്കെ പ്രാകൃതമായ നിയമങ്ങളാണ്. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന റിഹാബിലിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ഒരു സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ആളുകൾക്ക് ആ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാനും മറ്റുള്ള ആളുകൾക്ക് അത് പാഠമാകാനും അവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഈ സിസ്റ്റത്തിന് തന്നെ കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു വഴിയായിട്ടാണ് ഓരോ കുറ്റകൃത്യത്തെയും നമ്മൾ കാണുന്നത്. അത് എല്ലാവരും പഠിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അവിടെയാണ് ഇത് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ ഇവിടെ ഈ AP ചെയ്തു വെച്ച കാര്യവും മീഡിയ അതിൽ ഏറ്റെടുത്ത രീതിയും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമ്മൾ പറയുന്നു, ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷ പ്രിയയുടെ ആ ഒരു വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ അത് സഹായകമാകുന്നതിനേക്കാൾ കൂടുതൽ ദോഷമായിട്ടുണ്ടാവുക ആയിരിക്കും അതിന്റെ സാധ്യത എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, ഈ നയതന്ത്ര രംഗത്ത് അല്ല എങ്കിൽ കൂടി ഇന്ത്യ അതിന് മറ്റ് ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ സമാന്തരമായി ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നത് അത് ദോഷകരമായി ബാധിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്, അല്ലേ? ദോഷകരമായിട്ട് ബാധിക്കുക എന്ന് പറയുമ്പോൾ ഇടപെട്ട് അതുകൊണ്ട് ഗുണമുണ്ടായാൽ ഗുണം തന്നെയാണ്. അതിൽ തെറ്റൊന്നും ഞാൻ പറയില്ല. അങ്ങനെ അതിന് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വഴി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ കണ്ണു തുറപ്പിക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം ഇത് ഒരു രാജ്യത്തിന് നേരിട്ട് ഇടപെടാൻ കഴിയുന്നതിനും അപ്പുറം പാരലൽ ആയിക്കൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പോകുന്ന രീതിയിൽ ഇവിടെ ആളുകൾക്ക് മതം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് അവിടെ നിലവിലുണ്ട് എന്ന് വരുമ്പോൾ അത് നമ്മൾ ശരിക്കും ഒന്ന് പഠിക്കേണ്ട കാര്യം. അതൊരു ദുരൂഹമായ ഒരു കണക്ഷൻ ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതിപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്, ഈ കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി ഒരു കുറ്റവാളി തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉപയോഗിച്ച ഒരു ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലൻ കെ നായർ തട്ടിക്കൊണ്ടുപോയ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് TG രവിയെ നമ്മൾ സമീപിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും പോട്ടെ, അതൊരു ജീവൻ രക്ഷിക്കാലോ എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ പോലും ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു നേഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ഉപയോഗിച്ച വാക്ക് എന്താണ്, രാജ്യം തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ രാജ്യം തോറ്റെടുത്ത് പോലും ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ കാന്തപുരത്തിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എങ്കിൽ അത് നമ്മൾ പേടിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഗുണമായിട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഒരാളെ തീർക്കണമെന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ ഒരാൾക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചാലും ഇതേ കാന്തപുരത്തിന് സാധിക്കുമല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മളൊരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ മുന്നേ ചില വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതുപോലെ UAE-ൽ ഈ മതനിന്ദ കേസിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അവിടെ അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരെ പുറത്ത് ഇറക്കരുത്, അവനെ കൊന്നു കളയണം എന്നുള്ള രീതിയിലേക്ക് വരെ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻസ് പോകുന്ന രീതിയിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ നിലനിന്നിട്ടുണ്ട്. അവിടെ കോടതികൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ നിയമ സംവിധാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ അറബികളെ ചോടിപ്പിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള പണി അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് അത് ചെയ്യുന്നത്? അപ്പൊ ഈ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരാളെ പണി കൊടുക്കുക. ഇപ്പൊ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഭീഷണി പോലെ അതാണ്, നീ ധൈര്യമുണ്ടെങ്കിൽ UAE-ലേക്ക് വാടാ, നീ ധൈര്യമുണ്ടെങ്കിൽ കുവൈത്തിലേക്ക് വാടാ, സൗദിയിലേക്ക് വാടാ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ഭീഷണി പോലും വെക്കുന്ന ആളുകളുണ്ട്. എന്താണ് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതല്ലേ. അത് ഇവിടെ വെളിച്ചത്ത് വരികയാണ്. അപ്പൊ ഈ ഓവർ ഗ്ലോറിഫിക്കേഷൻ വന്ന് വേറെ ആർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ് കാന്തപുരം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട് എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് നമ്മൾ പറയും. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് പറയാൻ ഇവിടെ സാധിക്കും. അത് പറയുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളാണ് ഇതിന് തുടക്കം വെച്ചത്. ഈ പറയുന്ന ഓവർ ഗ്ലോറിഫിക്കേഷൻ വെച്ചതാണ്. എല്ലാവരും ചെയ്ത എഫേർട്ട് AP-യും ചെയ്തു, തന്നാലാവുന്ന കാര്യം ചെയ്തു. ഏതെങ്കിലും ഒരു മതപണ്ഡിതനോട് അവിടെ സംസാരിച്ചു, തന്റെ കൂട്ടുകാരനായ അയാൾക്ക് ഹൂത്തികളുമായിട്ട് ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നടക്കുമായിരുന്നു. ഒരു ആരും അറിയാത്ത രീതിയിൽ അങ്ങ് പോയാൽ അത് പോയി എന്നേ നമ്മൾ വെക്കുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങൾ തന്നെയാണ് ഇത് ഓവർ ഗ്ലോറിഫൈ ചെയ്ത് ഇതുപോലെ ഒരു വീരപരിവേഷം കൊടുക്കുമ്പോൾ അപ്പോൾ അത് നമുക്ക് ഭയമായിട്ട് തന്നെയാണ് വരിക എന്നുള്ളത് നമ്മളിവിടെ തുറന്നു പറയും. അത് നമുക്ക് പറയാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. ജനാധിപത്യ രാജ്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരു സുന്നി നേതാവാണ്. മറുഭാഗത്ത് മറ്റൊരു സുന്നി നേതാവുമായി അദ്ദേഹം സംസാരിക്കുന്നു. ഈ ഗ്രാൻഡ് മുഫ്തി എന്ന പദവി അതിന് സഹായിക്കുമോ എന്നുള്ളതാണ്. കാന്തപുരം സുന്നി നേതാവ് എന്ന് പറയുമ്പോൾ ആഗോളതലത്തിലുള്ള സുന്നി രീതിയല്ല കാന്തപുരത്തിന്റെ സുന്നി എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ സുന്നി എന്ന് പറയുമ്പോൾ ഒരു വഹാബി അല്ലെങ്കിൽ ഒരു സലഫി ലൈനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ
കാന്തപുരം യഥാർത്ഥത്തിൽ ഷിയ ലൈനാണെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹൂത്തികളും അവിടെയുള്ള പണ്ഡിതനും ഈ പറയുന്ന തരീക്കത്തും ഈ പറയുന്ന എപിയും എല്ലാം തന്നെ നിലനിൽക്കുന്നത് ഒരേ ചാനലിൽ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. നമ്മൾ പറയുന്ന സുന്നിയും എപിയുടെ സുന്നിയും രണ്ടും രണ്ടാണ്. നമ്മളിവിടെ സുന്നികൾ എന്ന് വിളിക്കുന്നത് സത്യത്തിൽ യഥാർത്ഥ ഒറിജിനൽ സുന്നി അല്ല. അത് ഷിയാക്കളുമായിട്ടാണ് കൂടുതൽ അതിന്റെ രീതികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ. ഈ ജാറ മോഡൽ, മുടി വെക്കൽ, അതുപോലുള്ള ആഘോഷ പരിപാടികളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ സൗദിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള സുന്നി വിഭാഗം എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ കുറേയും കൂടി ചേർന്ന് നിൽക്കുന്നത് ഈ ഷിയാക്കളുടെ ഈ പാട്ടും പരിപാടികളൊക്കെ ഉള്ളത് ഷിയാക്കൾക്കാണ്. അതുമായിട്ടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇത് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാന്തപുരത്തിൻ്റെ ഈ സംഘടന, ഈ ആ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന കേരളത്തിൽ ചില രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണത്തെ എതിർക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഈ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ആ, അനുയോജ്യമാം വണ്ണം തങ്ങളുടെ പ്രാധാന്യം ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഈ ഒരു ഇടപെടലിന് പിന്നിൽ അവർക്കുണ്ടാകുമോ? അത് നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയത്തിൽ ഒരു മുതലെടുപ്പ് നടത്താനുള്ള അവസരം ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള, ഇതിനകത്ത് നിലകൊണ്ടിട്ടുള്ള മറ്റു വ്യക്തികൾക്കുണ്ടായിരിക്കെ അവരത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ സ്വന്തം ലെറ്റർ പാഡ് ഇതേപോലെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അതിനകത്ത് ഇത് അച്ചടിച്ച് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ആ ഒരു ആ, ഇടപെടൽ അത് ഇതിനകത്ത് വലിയ ഒരു വഴിത്തിരിവായിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം അത് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ഇതിൽ കാണുന്നത്. അതൊരു അല്പത്തരമായി പോയി എന്നുള്ളത് നമുക്ക് പറയുന്നത്. അത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു നിലപാടായി പോയി, അല്ലെങ്കിൽ ഒരു ഇടപെടലായി പോയി. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഗ്രി ചെയ്യുന്നു. ആള് അവിടെ ജീവനോടെ അവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും വഴികളൊക്കെ ചെയ്യുന്നതിലൊന്നും നമുക്ക് എതിർപ്പൊന്നും പറയാനില്ല, എതിർ പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം ചെയ്ത കാര്യം അത് ആ വഴി ദുർഘടമാക്കുന്നതായി പോയി. വളരെ അപലപിക്കേണ്ട ഒരു ഇടപെടൽ തന്നെയാണെന്നാണ് പറയാനുള്ളത്. അതിൽ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കാനുള്ള എല്ലാ വഴിയും അദ്ദേഹം തന്നെയാണ് തുറന്നിട്ടിരിക്കുന്നത്. ഉം. സത്യത്തിൽ ഇത് കേന്ദ്ര സർക്കാർ ഈ ഇടപെടൽ അംഗീകരിച്ചിട്ടില്ല. അതേസമയം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഇദ്ദേഹത്തെ സന്ദർശിച്ച് കാന്തപുരത്തിൻ്റെ ഇടപെടലാണ് ഇങ്ങനെയൊരു വധശിക്ഷ നീട്ടിവെക്കാനുള്ള കാരണം എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അവർക്ക് സാധ്യമാകുന്നത്? കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ, അതുപോലെ തന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുള്ള മറ്റുള്ള ആളുകൾ പറയുമ്പോൾ, അതിനെതിരെ നിന്നുകൊണ്ട് അവരൊക്കെ നുണയാണ് പറയുന്നത്, അവരൊക്കെ മറ്റ് ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരസ്കരിക്കുന്നതാണ് ഇപ്പുറത്ത് നമ്മൾ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ പറയുക, ഈ ഒരു കോറൽ തികച്ചും അനാവശ്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അതിൽ ആര് പറഞ്ഞതാണ് ശരിയെന്ന് തെളിയേണ്ട ഒരു കാര്യമുണ്ടോ? അതുമില്ല. കാരണം എന്താണ്, നമ്മുടെ ലക്ഷ്യം ഇതിൽ ആര് ശരി പറഞ്ഞു എന്നുള്ളതല്ല. നമ്മളെ പ്രശ്നം ആൾക്ക് ഇതുകൊണ്ട് വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ കൊലക്കയറ് അല്ലെങ്കിൽ ആ വധശിക്ഷ അവിടെ ലഘൂകരിക്കുന്നതിന് ഇത് വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അതിന്റെ പേര് പിന്നീട് പറഞ്ഞാലും ഒക്കെ നമുക്ക് അങ്ങ് ക്ഷമിക്കാം. ഇനി ആര് വേണേലും ക്രെഡിറ്റ് കൊണ്ടുപോകട്ടെ. പക്ഷെ നിലവിൽ അങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം അല്ല ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇതുപോലെ കടിപിടി കൂടാനുള്ള ഒരു സാഹചര്യം അല്ല ഉള്ളത്. അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ പറയാം, ഇപ്പോൾ അത് പ്രസക്തമല്ല. ഈ പറയുന്ന ആ അടിപിടി പോലും പ്രസക്തമല്ല. അത് അനാവശ്യമാണ്. ഇത് നിർത്തിവെക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിശബ്ദരായി ഇരുന്ന് വേണ്ട പണിയെടുത്ത് അവർക്ക് ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കുറവ് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. എന്നുവെച്ചാൽ അവർ വെറുതെ വിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അവർ ചെയ്തിട്ടുള്ളത് ഒരു കോൾഡ് മർഡർ തന്നെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ഇവിടെ കിട്ടും. ഒരു പക്ഷേ കൊലക്കയറ് തന്നെയാണ് ഇവിടെയും കിട്ടുക. പക്ഷെ അപ്പോഴും അതിനുള്ള മറ്റു വഴികൾ തേടാനുള്ള അവസരം കുറേയും കൂടി ഈസി ആയിട്ട് ഒരു നിയമത്തിന്റെ പിൻബലം അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയിലാവുമ്പോൾ അതിനുള്ള ഒരു വ്യത്യാസം. പക്ഷെ അവിടെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് നിമിഷ അതിനകത്ത് ശിക്ഷ അത് സ്വയം സമ്മതിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുള്ളപ്പോൾ ആ രാജ്യത്തുള്ള നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് അതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള സംഗതി കിട്ടാനുള്ള സാധ്യത തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ തരം ഇത്തരം കാര്യങ്ങൾ, ഈ ചർച്ച പോലും ഇത് അനാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ പറയാൻ. ഓക്കെ, താങ്കളുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന കാന്തപുരം ബന്ധപ്പെടുന്ന അപ്പുറത്തെ ആ നേതാവിന് അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിക്കാനുള്ള, അല്ലെങ്കിൽ ഈ കുടുംബത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടോ? കഴിവുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കഴിവുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. പക്ഷെ ആ കഴിവ് ഇതുപോലെ ഏത് തലത്തിലുള്ള കഴിവാണെന്നുള്ളതൊക്കെ ഇനി നമ്മൾ കൂടുതൽ അറിയണം. അതിനകത്തൊരു ഹൂത്തി ബന്ധം നമുക്ക് ആരോപിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആരോപിക്കേണ്ടി വരുന്നത് അവിടെയാണ്. കാരണം അല്ല, അത് ഭാവിയിൽ രാഷ്ട്രത്തിന്, നമ്മുടെ രാജ്യത്തിന് ദോഷകരമായി വരില്ലേ?
ഭാവിയിൽ രാഷ്ട്രത്തിന് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയുടെ കാര്യത്തിൽ രാഷ്ട്രത്തിന് അതീതമായിട്ട് ഇങ്ങനെ ഇടപെടാൻ കഴിയുന്നു എന്ന് വരുമ്പോൾ അത് തിരിച്ചും സംഭവിക്കാമെന്നുള്ളതാണ് നമ്മളുടെ ആശങ്ക. അതായത് ഒരാൾക്ക് പണി കൊടുക്കണമെങ്കിലും ഇതേ ബന്ധങ്ങൾ ഉപയോഗിക്കാമല്ലോ എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു ആശങ്കയായിട്ട് അവിടെ വരുന്നത്. കാരണം മറ്റ് പല വിഷയങ്ങളിലും ഇതുപോലെ പണി കൊടുക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുള്ള നമ്മൾ അനുഭവം ഉള്ളതാണ്. അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്നൊക്കെ പറയുന്ന ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു മതനിന്ദ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് UAE അവിടെ നിലകൊള്ളുമ്പോൾ അദ്ദേഹത്തിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നിലകൊണ്ട് ഇരുന്നത് ഇതുപോലെയുള്ള പണ്ഡിതന്മാർ തന്നെയാണ്. അപ്പോൾ അവർക്കുള്ള ബന്ധങ്ങൾ അവർ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരെ കൊടുക്കാൻ പോലും ഉപയോഗിക്കുന്നു എന്ന് വരുന്നത് അത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും വളരെയധികം നന്ദി ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിച്ചതിന് ശ്രീ ആരിഫ് ഹുസൈൻ. നമസ്കാരം. താങ്ക് യു. ബൈ. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.